ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇതുപോലത്തെ ഒരു ഫ്രോക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. നമ്മുടെ ബണ്ണിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. ഞാനിവിടെ ഒരു മെറൂൺ കളർ യാണാണ് എടുത്തിട്ടുള്ളത്. 4 ply കോട്ടൺ യാണിയാണ്. അതുപോലെ തന്നെ 2 mm ഹൂക്കാണ് എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്ക് 22 ചെയിൻസ് ഉണ്ടാക്കണം. ഞാനൊരു സ്ലിപ്പ് നോട്ട് ചെയ്തു. ദെൻ നമുക്ക് 22 ചെയിൻ സ്റ്റിച്ചസ് ചെയ്തെടുക്കാം. ഞാനിവിടെ 22 ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് മൂന്നാമത്തെ ചെയിനിലേക്ക് ഒരു 2 ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. 2 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ടാണ് മൂന്നാമത്തെ ചെയിനിലേക്കാണ് നമ്മളിത് ചെയ്ത് കൊടുക്കുന്നത്. 2 ഡബിൾ ക്രോഷേ നമ്മൾ ചെയ്ത് കൊടുത്തു. ദെൻ നെക്സ്റ്റ് ഇതുപോലെ തന്നെ ബാക്കി എല്ലാ സ്റ്റിച്ചിലും ഓരോ ചെയിനിലും 2 ഡബിൾ ക്രോഷേ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. അതായത് ഡബിൾ ക്രോഷേ ഇൻക്രീസ് അതാണ് നമുക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇതിൽ 20 ചെയിൻസിലും നമുക്ക് ഈ ഡബിൾ ക്രോഷേ ഇൻക്രീസ് ചെയ്തെടുക്കാം. ലാസ്റ്റ് ഒരു ചെയിൻ സ്റ്റിച്ചും ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് യാൺ ഇതുപോലെ ഒന്ന് ചുറ്റിയിട്ട് ദെൻ നമുക്ക് യാൺ ഓവർ ചെയ്തിട്ട് ഫസ്റ്റ് സ്റ്റിച്ചിലേക്ക് നമുക്കൊരു ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. ഇനി നോർമലായിട്ട് നമുക്ക് ഡബിൾ ക്രോഷേ ഇൻക്രീസ് ആ ഒരു പാറ്റേണിലാണ് നമ്മൾ ചെയ്യണത്. നെക്സ്റ്റിലേക്ക് 2 ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുത്തു. ദെൻ അടുത്തയിലേക്ക് ഒരു ഡബിൾ ക്രോഷേ, ദെൻ അടുത്തയിലേക്ക് 2 ഡബിൾ ക്രോഷേ. ഈ ഒരു പാറ്റേണിൽ നമുക്ക് ഈ ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ റൗണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ച് ടേൺ ചെയ്തിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ യാണൊന്ന് റൗണ്ട് ചെയ്ത് ചുറ്റിയെടുക്കാം. ദെൻ യാൺ ഓവർ ചെയ്യാം. ഫസ്റ്റ് സ്റ്റിച്ചിലേക്ക് ഒരു ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് 7 ഡബിൾ ക്രോഷേസും കൂടെ ചെയ്തെടുക്കാം. 3 4 then 5 6 7 8 ഇങ്ങനെ ഈ ഒരു ഭാഗത്ത് 8 ഡബിൾ ക്രോഷയാണ് നമുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്ക് ഒരു 12 ചെയിൻസ് നമുക്ക് സ്കിപ്പ് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10 11 12 ഈ 12 സ്റ്റിച്ചസ് നമുക്ക് സ്കിപ്പ് ചെയ്തിട്ട് 9ാമത്തെയും അതുപോലെ തന്നെ 13ാമത്തെയും സ്റ്റിച്ചിലൂടെ നമുക്കൊരു ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. 2 സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടെയാണ് ചെയ്യേണ്ടത്. ഇതുപോലെ ഒരു ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. നമുക്ക് 10 ഡബിൾ ക്രോഷേസ് ചെയ്ത് കൊടുക്കാം.
10 ഡബിൾ ക്രോഷേ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് സ്റ്റിച്ചും അതുപോലെ തന്നെ 12 ചെയിൻ സ്റ്റിച്ചും നമുക്ക് സ്കിപ്പ് ചെയ്തതിന് ശേഷം ഈ രണ്ടെണ്ണത്തിൻ്റെ ഉള്ളിലൂടെ ഇതുപോലെ ഒരു ഡബിൾ ക്രോഷേ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ബാക്കി 8 ഉണ്ടാവും, ആ 8ഉം കൂടെ നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമുക്കിതുപോലെ ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. നമ്മുടെ സ്ലീവിൻ്റെ ആ ഒരു പോർഷൻ നമുക്ക് റൗണ്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ടാവും. ഇനി ബാക്കി നമുക്ക് ചെയ്തെടുക്കാം. ഇനി ഒന്ന് ടേൺ ചെയ്യാം. ഇനി നമുക്ക് ഫസ്റ്റ് സ്റ്റിച്ചിലേക്ക് ഒരു ഡബിൾ ക്രോഷേ ചെയ്യാം. ദെൻ ഒരു ഇൻക്രീസ് ചെയ്യാം. നെക്സ്റ്റിലേക്ക് ഒരു ഇൻക്രീസ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ പാറ്റേൺ. ഇനി 1 ഡബിൾ ക്രോഷേ ദെൻ ഡബിൾ ക്രോഷേ ഇൻക്രീസ്. നെക്സ്റ്റ് റൗണ്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ 1 ഡബിൾ ക്രോഷേ ഇൻക്രീസ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ആ റൗണ്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ഒന്ന് ടേൺ ചെയ്തിട്ട് ഇനി ഓരോ സ്റ്റിച്ചിലും ഓരോ ഡബിൾ ക്രോഷേ വീതം ചെയ്ത് കൊടുക്കാം. ഈ റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. നമുക്കൊന്നും കൂടെ ടേൺ ചെയ്തിട്ട് ഒരു ഡബിൾ ക്രോഷേ, അത് കഴിഞ്ഞിട്ട് ഡബിൾ ക്രോഷേ ഇൻക്രീസ്, ഈ ഒരു പാറ്റേണിൽ ഒന്നും കൂടി ചെയ്തെടുക്കാം. ഒരു റൗണ്ടും കൂടെ ചെയ്തെടുക്കാം. 1 ഡബിൾ ക്രോഷേ ചെയ്തു. ഇനി നെക്സ്റ്റ് സ്റ്റിച്ചിൽ 2 ഡബിൾ ക്രോഷേസ് വീതം ചെയ്ത് കൊടുക്കാം. ദെൻ നെക്സ്റ്റ് 1 ഡബിൾ ക്രോഷേ, അടുത്തതിൽ 2 ഡബിൾ ക്രോഷേ ഒരു സ്റ്റിച്ചിൽ. ഈ ഒരു പാറ്റേണിൽ നമുക്കിത് ഈ ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാം. ആ റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് ഒന്നും കൂടെ ടേൺ ചെയ്യാം. ഓരോന്നിലും ഓരോ ഡബിൾ ക്രോഷേ വീതം ചെയ്ത് കൊടുക്കാം.
ഇത്രയും ഇവിടെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബാക്ക് ഭാഗം ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഞാൻ രണ്ടാമത്തെ സ്റ്റിച്ച് മേൽ നിന്നാണ് തുടങ്ങുന്നത്. ഇതിലെ ഒരു ഡബിൾ ക്രോഷ്യ ഒരു ചെയിൻ നമുക്ക് സ്കിപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് ചെയിനിലേക്ക് നമുക്കൊരു സ്ലിപ്പ് നോട്ട് ഇട്ടിട്ട് ഈ റൗണ്ട് ക്ലോസ് ചെയ്യാം. ഈ റൗണ്ട് നമ്മൾ ക്ലോസ് ചെയ്ത് കൊടുത്തു. ഒരു ചെയിൻ സ്റ്റിച്ചും കൂടെ ചെയ്ത് കൊടുക്കാം. then 2 ചെയിൻ സ്റ്റിച്ചും കൂടെ ചെയ്തു. ടോട്ടൽ 3 ചെയ്തു. ഇനി നമുക്ക് എല്ലാ റൗണ്ടിലും ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഈ റൗണ്ട് ഒന്ന് ക്ലോസ് ചെയ്യാം. റൗണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റൗണ്ട് ഒന്ന് ക്ലോസ് ചെയ്തെടുക്കാം. ഇനി നെക്സ്റ്റ് 3 ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. ഇനി നമുക്ക് 3 ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ചെയ്യണത് ഇതിൻ്റെ ബാക്ക് ലൂപ്പിലൂടെ മാത്രമാണ് ചെയ്യുന്നത്. ഓരോ സ്റ്റിച്ചിൻ്റെയും ബാക്ക് ലൂപ്പിലൂടെ മാത്രം നമുക്ക് ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്ത് കൊടുക്കാം. ഇൻക്രീസസ് ഒന്നുമില്ല, ഡബിൾ ക്രോഷ്യ മാത്രമാണ് ചെയ്യണത്. ഓരോ സ്റ്റിച്ചിലും ഓരോ ഡബിൾ ക്രോഷ്യ വീതം ബാക്ക് ലൂപ്പിലൂടെ മാത്രം ചെയ്ത് കൊടുക്കാം. അടുത്ത റൗണ്ടിൽ നമ്മൾ ബാക്ക് ലൂപ്പിലൂടെ തന്നെയാണ് ചെയ്യണത്. ഓരോന്നിലും ഓരോ ഡബിൾ ക്രോഷ്യ വീതം നമുക്ക് ചെയ്ത് കൊടുക്കാം. ബാക്ക് ലൂപ്പിലൂടെ ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 2 റൗണ്ട് ബാക്ക് ലൂപ്പിലൂടെ മാത്രം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് 3 ചെയിൻ സ്റ്റിച്ച് ഇടാം. then ഓരോന്നിലും 2 ഡബിൾ ക്രോഷ്യ വീതം ചെയ്ത് കൊടുക്കാം. ഓരോ സ്റ്റിച്ചിലും 2 ഡബിൾ ക്രോഷ്യ വീതമാണ് നമ്മൾ ചെയ്യണേ. അപ്പോൾ അതൊന്ന് ചെയ്തെടുത്തിട്ട് വരാം.
ലാസ്റ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഇനി ബാക്കി വരുന്ന ത്രെഡ് നമുക്ക് നീഡിൽ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ബാക്കിലേക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഇനി ഞാൻ അടുത്തത് വൈറ്റ് ചെയ്യാനാണ് യൂസ് ചെയ്യണേ. നമ്മളിവിടെ ബാക്ക് ലൂപ്പിലൂടെ ചെയ്തതിൻ്റെ ആ ഫ്രണ്ട് ലൂപ്പുകളൊക്കെ അവിടെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടിയാണ് നമുക്കിനി ചെയ്യേണ്ടത്. അത് നമുക്കൊരു വൈറ്റ് യാൺ ഇതുപോലെ ഒന്ന് ആ ചെറിയ യാണുണ്ടല്ലോ അതിലേക്കൊന്ന് ചുറ്റി കഴിഞ്ഞാൽ കുറച്ചും കൂടെ സെക്യൂർ ആയിട്ട് അവിടെ നിന്നോളും. ഇനി നമുക്കൊരു ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. ഇനി നമുക്ക് 3 ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. നേരത്തെ ചെയ്ത പോലെ തന്നെ ഓരോ ചെയിനിലും 2 ഡബിൾ ക്രോഷ്യ വീതം നമുക്ക് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ വൈറ്റ് യാൺ നമുക്ക് ഇതുപോലെ ഒന്ന് പിടിച്ചിട്ട് ഇതിൻ്റെ കൂടെ തന്നെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോവാം. എന്നാൽ അത് ബാക്കി നമുക്ക് ബുദ്ധിമുട്ട് വരില്ല. അല്ലെങ്കിൽ കട്ട് ചെയ്ത് കളഞ്ഞാലൊക്കെ അത് ഊരി പോരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ കുറച്ചുകൂടെ സെക്യൂർ ആയിട്ട് അത് അവിടെ ഇരുന്നോളും. ഇനി ഓരോന്നിലും 2 ഡബിൾ ക്രോഷ്യ വീതം നമുക്ക് ചെയ്ത് കൊടുക്കാം. ഈ റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇൻവിസിബിൾ ജോയിൻ ഒന്ന് ചെയ്ത് കൊടുക്കാം.
ഇനി ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് ഫസ്റ്റ് നമ്മൾ ചെയ്ത ബാക്ക് ലൂപ്പിലൂടെ ചെയ്ത ആ റൗണ്ട് ഉണ്ടല്ലോ അവിടെ നമുക്ക് ഈ ഒരു മെറൂൺ കളർ വീണ്ടും ഒരു ലെയറും കൂടെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഓരോന്നിലും 2 ഡബിൾ ക്രോഷേ വീതം വെച്ചിട്ടാണ് ചെയ്യുന്നത്. നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഫസ്റ്റ് തുടങ്ങിയപ്പോൾ ഉള്ള യാണ് നമുക്ക് ഇതുപോലെ ഒന്ന് നീഡിലാക്കിയിട്ട് ഉള്ളിലേക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അത് വെട്ടിക്കളഞ്ഞാൽ ചിലപ്പോൾ ഊരി പോരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിലേക്ക് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് 3 ബട്ടൺസും കൂടെ ബാക്കിൽ വെച്ച് കൊടുക്കാം. അതൊന്നും ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ഇനി ഈ ഒരു ഡ്രസ്സ് നമുക്ക് നമ്മുടെ ബണ്ണിക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാൻ ട്രൈ ചെയ്യണം. ഈസിയാണ്. കുറച്ച് സമയം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. ഇത് നല്ലൊരു ബിസിനസ് ഓപ്ഷനും ആണ്. ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഇങ്ങനത്തെ ടോയ്സ് പ്രിഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് പഠിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പൈസേൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം.